ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആംബുലൻ്റ് ഫ്ലീ കിഡിൻസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ആംബുലൻ്റ് ഫ്ലീ കിഡിൻസ്റ്റിന് നമ്മുടെ അനേർക്കിനുള്ളിൽ അല്ലെങ്കിൽ അൺപാസിൽ ഇറങ്ങാൻ ചെയ്യുന്ന സമയത്ത് എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്, അപ്പോൾ അത് എത്ര അവേഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത്, അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ടാണെങ്കിൽ എനിക്ക് വന്നൊരു കമൻറ്റ് നിങ്ങൾ കണ്ടോ, ഇവിടെ ഞാൻ ആ ഒരു കമൻറ്റ് പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു കമൻറ്റിൻ്റെ മീനിങ്, ഇത് ജർമ്മനിലാണ് ഈ കമൻറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് മലയാളിയാണെന്ന് തോന്നുന്നു കേട്ടോ പേര് കേട്ടിട്ട്. അപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്, ഇത് യഥാർത്ഥ ജർമ്മൻ ആശയവിനിമയമല്ല അല്ലെങ്കിൽ ജർമ്മൻ കമ്മ്യൂണിക്കേഷൻ അല്ല എന്നാണ് ഈ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ അതിന് എന്താ പറയുന്നത് എതിരായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ. പിന്നെ എനിക്ക് താങ്കളോട് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൽ കൂടെ നിങ്ങളെ ജർമ്മൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് ചേച്ചി ക്ലാസ് പറഞ്ഞു തരാമോ എന്നൊക്കെ എനിക്ക് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞു തരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ വന്നിട്ട് വെറും 7 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഫ്ലുവൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഇവിടെ എത്ര വർഷം നിന്നാലും എനിക്കറിയില്ല എത്ര വർഷം കൊണ്ടാണ് ഞാൻ ഫ്ലുവൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോഴും ഒരു കുട്ടിയെപ്പോലെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം പക്ഷേ ആണെങ്കിൽ ഇപ്പം എനിക്ക് എന്നോട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത്, അയ്യോ എനിക്ക് ജർമ്മൻ്റെ ഗ്രാമർ അറിയില്ല, ഞാൻ പറഞ്ഞ ആ ഒരു യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ അല്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാൻ സംസാരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നേറ്റീവ് ജർമ്മൻ ആയിട്ടുള്ളൊരു ആളാണ്. ആ ഒരു എൻ്റെ ഒരു കൊളീഗ്സുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കൊളീഗ്സ് എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഇപ്പം ഞാൻ ആംബുലൻ്റ് ഫ്ലീ കിഡിൻസ്റ്റ് ചെയ്യുന്നിടത്ത് എൻ്റെ പ്രാക്ടീസ് അൺലൈറ്ററുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അതൊരു വിഡിത്തമാകുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജർമ്മൻ ഗ്രാമറുകളോ അല്ലെങ്കിൽ എന്താ പറയുന്നത് കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷനോ വെച്ചിട്ട് സംസാരിക്കാൻ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ മിണ്ടാതെ വീട്ടിലിരിക്കത്ത് മാത്രമേ ഉള്ളൂ. അവരെന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത്? ഒരിക്കലും എന്നോട് ചുമ്മാ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു രസത്തിന് ടൈം പാസിന് വേണ്ടിയല്ല അവരെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവരുടെ കൂടെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ലാംഗ്വേജിൻ്റെ ആ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരെന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി വർത്താനം പറഞ്ഞ് പോകണമല്ല. അപ്പോൾ എന്താ പറയുന്നത്, ആ സമയത്ത് ഞാൻ അയ്യോ ഈ ഒരു കാര്യത്തിൻ്റെ വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ ഗ്രാമർ കറക്റ്റ് ആയിരിക്കുമോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ ഇപ്പോൾ പഠിച്ചു വന്ന വഴികളിൽ ഇതുപോലത്തെ വ്യക്തികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മേ ബി എന്നല്ല, ഞാൻ പറഞ്ഞതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നതിൽ മിസ്റ്റേക്ക് വരുമെന്ന് പേടിച്ച് നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കത്ത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഇപ്പം ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഭാഷ പഠിച്ചെടുക്കുന്നത്? ആദ്യം തന്നെ വലിയ വലിയ സെൻറ്റൻസുകൾ അല്ലെ വലിയ വലിയ എസ്സേ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. നമ്മൾ കുഞ്ഞു കുഞ്ഞു വാക്കുകളിലൂടെ അല്ലെങ്കിൽ തെറ്റുകൾ പറഞ്ഞാണ് നമ്മൾ ആ ഒരു എന്താ പറയുന്നത് വർത്താനം പറയാനായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളൂ. തെറ്റുകൾ ഉണ്ടാവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ കേൾക്കുന്ന ആൾക്ക് കുറച്ചെങ്കിലും നിങ്ങളെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതാണ് വലിയൊരു കാര്യം. നിങ്ങൾ ആ ഒരു സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായതാണ് വലിയൊരു കാര്യം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചു വരുന്ന വഴികൾ ഇതുപോലെയുള്ള വ്യക്തികളെ ഒരുപാട് പേരെ നിങ്ങൾ കാണും. ഒരിക്കലും പുള്ളീനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ അവർ ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിലുള്ള ഒരു പ്രൊനൗൺസിയേഷൻ്റെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്കോ കൊണ്ടായിരിക്കാം പറയുന്നത്. പക്ഷെ അത് ഒരു വ്യക്തിയെ, കേൾക്കുന്ന ഒരാളെ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അഫക്റ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് എന്നെ ഇതുപോലെ ഇങ്ങനെ 24 മണിക്കൂർ പുറകെ നടന്ന് കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നെ ഡിസ്കറേജ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പഠിച്ചു വന്ന വഴിയിൽ ഒരുപാട് പേര് ഇതുപോലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അല്ലാതെ എന്താ പറയുന്നത്, ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടും അവർക്ക് നമ്മൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത്, അല്ലെങ്കിൽ നീ പറയുന്നത് നന്നായിട്ട് പറയുന്നുണ്ട്, നീ കുറച്ചുകൂടെ ശ്രമിച്ചാൽ മതി, നീ പറഞ്ഞ് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എടുക്കുക. ഇവർ പറയുന്നത് കേൾക്കണ്ടെന്നല്ല, പക്ഷേ നമ്മൾ പറയുന്നതിൽ തെറ്റു വരും അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് വരുമെന്ന് പറഞ്ഞ് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ വഴിക്ക് പോകും. അപ്പോൾ നമ്മൾ ഓൺ ദി സ്പോട്ടിൽ നമ്മുടെ ആ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. എനിക്ക് മനസ്സിലായിടത്തോളം അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ B2 സ്പീക്കിംഗ് പാസ്സായത്. എൻ്റെ സ്പീക്കിങ്ങിൻ്റെ മാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ മാർക്ക് ലിസ്റ്റ് ഞാൻ ആ വീഡിയോയിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഡിത്തമൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആ B2ൻ്റെ ഗോയിറ്റാറ്റ ടെസ്റ്റ്, സ്പീക്കിംഗ് ടെസ്റ്റ് നല്ല മാർക്കിൽ തന്നെ പാസ്സായത്. ഓക്കെ,
അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. എല്ലാം ശരിയാണെന്ന് ഞാൻ എന്താ പറയുന്നത് സമർത്ഥിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എനിക്ക് എന്നെ കേൾക്കുന്ന ആൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് മതി. തൽക്കാലം എനിക്കത് മതി. ഞാൻ പിന്നെ പോകെ പോകെ ഇമ്പ്രൂവ് ആയിക്കോളാം. എനിക്കത് കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ ചാനൽ വഴി നിങ്ങൾ ജർമ്മൻ പഠിക്കാമെന്ന് പറഞ്ഞാൽ ആരും കൂടി വരണ്ട. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, ഞാൻ ഇവിടെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടേക്ക് വരാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പേപ്പർ വർക്കുകളാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആരെയും എൻ്റെ ചാനൽ വഴി ജർമ്മൻ പഠിപ്പിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, എനിക്ക് ആ ഒരു കാര്യം ഈ വീഡിയോയിലൂടെ പറയണമെന്നുണ്ടായിരുന്നു. എനിവേ, ആ സബ്ജക്റ്റ് നമുക്ക് വിടാം. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വന്നത് ആംബുലൻറ്റ് ഫ്ലീഗഡിൻസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അൺപാസ് ലെർഗാങ് ആണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാമല്ലോ, നേഴ്സിംഗ് രജിസ്ട്രേഷൻ ഇവിടെ കിട്ടാനായിട്ട് ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ രജിസ്ട്രേഷന് വേണ്ടി വെക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ അക്സെപ്റ്റൻസ് അല്ല കിട്ടിയതെങ്കിൽ നമുക്ക് പിന്നെ 2 ഓപ്ഷൻസ് ആണ് നേഴ്സിംഗ് രജിസ്ട്രേഷനിലേക്ക് പോകാനുള്ളത്. ഒന്നാമത്തെ കണ്ടിന്യൂസ് പ്രൂഫിങ്ങും, രണ്ടാമത്തേത് അൺപാസ് ലെർഗാങ്ങും. അപ്പോൾ ഈ അൺപാസിംഗ് ആണോ കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ എടുക്കുന്ന ആ ഒരു ഓർഗനൈസേഷനാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർ അൺപാസിംഗ് ലെർഗാങ് വഴിയാണ് ആൾക്കാർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു വർഷത്തോളം എടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേറെ വീഡിയോകളിൽ പലതിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു അൺപാസിങ്ങിൽ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത് ഏകദേശം 560 മണിക്കൂർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇന്നറെ മെഡിസിനിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആവേഴ്സ് കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഒന്നും കൂടി നോക്കേണ്ടി വരും കേട്ടോ. ഏകദേശം ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഒരു 160 മണിക്കൂർ ആംബുലൻറ്റ് ഫ്ലീഗഡിൻസ്റ്റ് ഉണ്ടായിരുന്നു. അത് കറക്റ്റാണ് കേട്ടോ. 160 മണിക്കൂർ, ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആംബുലൻറ്റ് ഫ്ലീഗഡിൻസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് പോലെ അതുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 മാസത്തെ ക്ലാസ്. ഇപ്പോൾ 1 മാസത്തെ ക്ലാസ് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനി 2 മാസത്തെ ക്ലാസ്സും കൂടി ഉണ്ട്. ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് 3 മാസം അടുപ്പിച്ച് ക്ലാസ് അല്ല. ഇതിനിടയ്ക്ക് 1 മാസം ക്ലാസ്, 1 മാസം ഡ്യൂട്ടി, അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആംബുലൻറ്റ് ഫ്ലീഗഡിൻസ്റ്റിന് പോകുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലല്ല നമുക്ക് ഇത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഒക്കെ പോലെ തന്നെ ഇവിടെ ഇതുപോലത്തെ പാലിയേറ്റീവ് ഹെൽത്ത് സെൻറ്റേഴ്സ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഞാൻ പോകുന്നിടത്ത് അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ല. പക്ഷേ ചിലയിടത്ത് അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. ഇവിടെ പിള്ളേർ എൻ്റെ കൂടെ തന്നെയുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മളെ വിടുന്നത്. അപ്പോൾ എന്നെ കാരിത്താസിലാണ് വിട്ടത്. എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് കുറച്ച് പേര് മെഡിമൊബൈലിലാണ് പോയത്. അവിടെ 3-4 പേഷ്യൻസ് അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് നാൾ നമ്മൾ ഫീൽഡ് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഹോസ്പിറ്റൽ പോലൊരു ഇതാണ്, സെറ്റപ്പാണ്. അപ്പോൾ അവിടെ അവർക്ക് പോസ്റ്റിംഗ് ഉണ്ട്. പക്ഷേ ഞാൻ പോകുന്ന കാരിത്താസിൽ അങ്ങനെ അഡ്മിറ്റഡ് പേഷ്യൻസ് ഇല്ല. അപ്പം കാരിത്താസിന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും കാരിത്താസിന് മറ്റേ ഈ ഒരു ആംബുലൻറ്റ് ഫ്ലീഗ് അല്ലാതെ ആൾട്ടൻഹൈമും ഉണ്ട് കേട്ടോ. അത് വേറെയാണ് കേട്ടോ. അതാണെന്ന് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി, ഞാനിങ്ങനെ കാരിത്താസിലേക്കാണ് എനിക്ക് ഇത് പോസ്റ്റിംഗ് കിട്ടിയേക്കുന്നത്, അപ്പോൾ അവിടെ എങ്ങനെയുണ്ട് ഡ്യൂട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെയാണ് കേട്ടോ. അത് കാരിത്താസിൻ്റെ ആൾട്ടൻഹൈമാണ്, ഓൾഡ് ഏജ് ഹോം. ഞാൻ പോകുന്നത് വേറെയാണ്, ആംബുലൻറ്റ് ഫ്ലീഗഡിൻസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ അവിടെ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി നമ്മൾ ഡയറക്റ്റ് പേഷ്യൻ്റെ വീട്ടിലേക്ക് ചെന്ന് നമ്മൾ പേഷ്യൻസ് എന്ന് പറയാനായിട്ട് പേഷ്യൻസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അതായത് അവരങ്ങനെ എല്ലാവരും കിടക്കുന്ന അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് അല്ല. ജസ്റ്റ് ചെറിയ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ ഡയബറ്റിക് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അതുകൂടാതെ അല്ലാതെ ഡിമെൻസ്, ഡെലീറിയം ഒക്കെ പോലെയുള്ള കണ്ടീഷനുള്ള, ഡിപ്രഷനൊക്കെ പോലെയുള്ള കണ്ടീഷനുള്ള പേഷ്യൻസ് ഉണ്ട്. ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്ന് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുവാണ്. അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൂർ എന്ന് പറയാം. അതായത് ടൂർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വാതിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഒരാൾക്ക് ഇപ്പം അതിന് ടൂറിന് ഓരോ ഇതിനും ഓരോ നമ്പർ ഉണ്ട്. ഇപ്പോൾ നമ്പർ 1, 2, 3, 4, 5 അങ്ങനെ നമ്പർ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ആരുടെ കൂടെയാണ് പോകുന്നത്, അവർക്ക് ഏതെങ്കിലും ഒരു എന്താ പറയുന്നത് ടൂർ അല്ലെങ്കിൽ ഇന്ന നമ്പറിലുള്ള, ഇപ്പോൾ 2ാമത്തെ നമ്പറിലുള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് കുറേ കീകൾ ഉണ്ടാവും. ആ കീ എല്ലാം ഈ വീടിൻ്റെ തുറക്കാൻ പറ്റുന്ന കീകളാണ്. അപ്പം ആ വീടുകളിലെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാരാണ്. അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവരുടെ ഫാമിലി എന്താ പറയുന്നത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ വേറെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ കഴിയുന്നത്.
അപ്പം ഈ ഒരു നമ്മുടെ കാരിത്താസിൻ്റെ ഒരു സർവീസ് അവർക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് 3 നേരമൊക്കെ പോകുന്നവരുണ്ട്. അത് അവരെടുക്കുന്ന പോലെയാണ്. അവരതിന് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര മിനിറ്റിനെന്ന് വെച്ചിട്ടൊക്കെയാണ് അവർ പേ ചെയ്യുന്നത്. ഇത്ര മിനിറ്റ്, ഇപ്പോൾ 10 മിനിറ്റിന് അല്ലെങ്കിൽ അരമണിക്കൂർ, ഇങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഈ കാരിത്താസിന് അവർ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് അവർ ഈ ഒരു ഫ്രീക്ക് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ അങ്ങോട്ട് വിടുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു ഈവനിങ് ഡ്യൂട്ടിയാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഈവനിങ് ആകുമ്പോഴത്തേക്കിനും എനിക്ക് ആദ്യം എനിക്കൊരു 5:30ക്ക് തുടങ്ങിയിട്ട് ഒരു 8:30 ആയപ്പോൾ തീർന്നായിരുന്നു ആദ്യത്തെ 2 ദിവസം. പിന്നെ അത് കഴിഞ്ഞ് 3:30ക്ക് തുടങ്ങിയിട്ട് 8:30, 9, 9:30 വരെയൊക്കെ. നമ്മുടെ ആ ഒരു തരുന്ന എത്ര എത്ര കീസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര വീടുകളുണ്ട്, എത്ര പേഷ്യൻസ് ഉണ്ടെന്നുള്ള അനുസരിച്ചാണ് നമ്മുടെ ടൈം നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ സ്പീഡിൽ ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. അതല്ലെങ്കിൽ കുറേ കൂടെ ടൈം എടുക്കും. പക്ഷേ ഓരോ വീട്ടിലും പോകുമ്പോൾ നമുക്ക് ഇത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഇവരുടെ ഫോണിൽ ഒരു ഫോണൊക്കെ തന്നിട്ടുണ്ട് അവിടുന്ന്. നമുക്കല്ല, അവിടുത്തെ സ്റ്റാഫിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിനകത്ത് ഓരോ പേഷ്യൻ്റ് എടുക്കുക എത്ര മിനിറ്റ് ചിലവഴിക്കണം, എത്ര മണിക്കൂർ ചിലവഴിക്കണം, എന്തൊക്കെ കെയർ ആണ് അവർക്ക് കൊടുക്കേണ്ടതെന്നുള്ള ലിസ്റ്റൊക്കെ ഉണ്ടാവും. നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ടത് മാർക്ക് ചെയ്ത് വിടുകയും ചെയ്യണം. എന്നാലേ നമുക്ക് സാലറി വരുള്ളൂ. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം ഈവനിങ് ഡ്യൂട്ടിക്ക് പോയ സമയത്ത് മെയിനായിട്ടും ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻസിനൊക്കെ ത്രോംബോസിസ് ഇല്ലേ, നമ്മുടെ കാലിൽ വേരിക്കോസ് വെയിൻ ഇല്ലേ, ആ സംഭവം ഉണ്ട്. മിക്ക ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു സ്ട്രുംഫേ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ വലിച്ചേറ്റുന്ന ഇങ്ങനെ സോക്സ് പോലത്തെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട്. സ്ട്രുംഫേ എന്നാണ് അതിനിവിടെ പറയുക. അത് അത് കയറ്റി അവർ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. മോർണിംഗ് ഒക്കെ ചെല്ലുന്നവർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അവർക്ക് തന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാരൊക്കെ പ്രായമായ ആൾക്കാരല്ലേ, അപ്പോൾ അത് നമ്മൾ ഊരി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവർക്ക് അല്ലാത്ത ഇപ്പോൾ സോക്സ് കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ അവർക്ക് മെഡിസിൻസ് ഇതുപോലെ ഡയബറ്റിക്കും അതുപോലെ ഹൈപ്പർ ടെൻസീവ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യണം. അതിനിവിടെ ബ്ലഡ് സുക്കർ എന്നാണ് പറയുക. ബ്ലഡ് സുക്കർ മെസ്സൻ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മെസ്സൻ ചെയ്യണം. അതിൻ്റെ ആ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡിവൈസൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് ഇൻസുലിൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ ആ ഒരു ചാർട്ട് അവിടെ ഉണ്ടാവും. അത് അവരുടെ ഷുഗറിന് അനുസരിച്ച് നമ്മൾ ഇൻസുലിൻ അവർക്ക് കൊടുക്കണം. ചിലർക്കൊക്കെ ഒന്നും രണ്ടും ഇൻസുലിനൊക്കെ പല ടൈപ്പിലുണ്ടാവും. അതായത് ഡെയിലി അവരെടുക്കുന്നതും അതുപോലെ അവരുടെ ഷുഗറിൻ്റെ ലെവൽ അനുസരിച്ച് കൊടുക്കുന്നതും, അങ്ങനെ പല ടൈപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, അവർക്ക് മെഡിസിൻസ് ഉണ്ടാവും. അപ്പോൾ മെഡിസിൻസ് ആണെങ്കിൽ ഓൾറെഡി അവിടെ കാരിത്താസിൻ്റെ തന്നെ ഒരു മെഡിസിൻ ട്രേ പോലൊരു സംഭവം ഓരോ വീട്ടിലും ഉണ്ടാവും. അതിനകത്ത് ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻസ് ഉണ്ടാവും. ആ മെഡിസിൻ തീരുമ്പോൾ എല്ലാ ഞായറാഴ്ച എങ്ങാണ്ടാന്ന് തോന്നുന്നു അത് വീണ്ടും നമ്മൾ കറക്റ്റായിട്ട് അത് ലോഡ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഓരോ ദിവസത്തെ മെഡിസിൻ അവർക്ക് എടുത്തു കൊടുക്കണം. പിന്നെ എന്താ പറയുന്നത്, ഈവനിങ് ഡ്യൂട്ടിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്തത്. അല്ലാതെ കൂടുതലായിട്ടൊന്നും ഒന്നും പ്രത്യേകിച്ച്. പിന്നെ ഈവനിങ് ഡ്യൂട്ടിയിൽ നമുക്ക് ഈ നമ്മൾ ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ബെഡ് ബാത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈവനിങ് ഡ്യൂട്ടിയിൽ അധികം കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ചിലപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ ഈവനിങ്ങിൽ. പിന്നെ ഫുഡൊക്കെ ചിലപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞില്ല, അവർ പലർക്കും തന്നെ സ്വന്തമായിട്ട് ചിലപ്പോൾ നടക്കാനായിട്ട് പറ്റാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഫുഡൊക്കെ അവിടെ ഓൾറെഡി ഈ കാരിത്താസ് തന്നെയായിരിക്കും ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് അവരുടെ റിലേറ്റീവ്സോ വല്ലതും ആണ് കൊണ്ടുവച്ചേക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് അവർക്കത് ഒന്ന് ബെഡ് സൈഡിൽ ജസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത്, അതിനിവിടെ ഫോർബറൈറ്റ് എന്ന് പറയും, നമ്മൾ പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം. ഒന്നുമില്ല, ബ്രെഡൊക്കെയാണ്. അപ്പോൾ അത് എന്തെങ്കിലും അവർക്ക് എന്താണ് അത് വെച്ച് അതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കേണ്ട, നെയ്യോ അല്ലെങ്കിൽ ജാമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് അവരുടെ ബെഡ് സൈഡിൽ വെച്ച് കൊടുക്കണം. അതൊക്കെ ആയിരുന്നു ഈവനിങ് ഡ്യൂട്ടിയിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ. പിന്നെ മോർണിംഗ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു എനിക്കൊന്ന് ഒരാഴ്ച എങ്ങാണ്ട് ഈവനിങ് പോയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് മോർണിംഗ് ആയിരുന്നു എനിക്ക്. ഇപ്പോൾ 2 ആഴ്ചത്തെ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക്, നിങ്ങൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, യാത്രകളൊക്കെ 4 മണിയാകുമ്പോൾ ഡെയിലി എണീക്കണം. ഒരു 5 മണിയാകുമ്പോൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്താലേ 5:30, 5:45 ആകുമ്പോൾ അവിടെ എത്തത്തുള്ളൂ. ഹൂൾസ്റ്റാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം. അപ്പോൾ നമ്മളൊരു 5:45 ആകുമ്പോൾ, 6 മണിക്കാണ് ഡിൻസ്റ്റ് തുടങ്ങുന്നത്, അതായത് ഡ്യൂട്ടി തുടങ്ങുന്നത്. പക്ഷേ 5:45 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തണം. പലരും, ചിലർ നേരത്തെ പോകുന്നവരുണ്ട്, ചിലർ 6 മണി ആകുമ്പോൾ തന്നെ ഇറങ്ങുന്നവരുണ്ട്. എനിവേ 5:45 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തണം. അങ്ങനെ പിന്നെ അവിടുന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി ബാഗ് പോലൊരു സംഭവം ഉണ്ടാവും. നമ്മളല്ലാതെ എടുക്കുന്നത്, അവർ തന്നെയാണ് അത് എടുക്കുക. നമ്മൾ നാട്ടിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നമുക്ക് കൂടെ ഉണ്ടാവില്ല. അതിനകത്താണ് ഈ ഒരു BP നോക്കുന്നതും ഷുഗർ നോക്കുന്നതും ആയിട്ടുള്ള ഡിവൈസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സംഭവം അവിടെ നിന്ന് എടുക്കണം. പിന്നെ മെഡിസിൻസ് ആർക്കെങ്കിലും തീർന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞായറാഴ്ച ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും റീലോഡ് ചെയ്യാനുള്ള മെഡിസിൻസ് അവിടെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. അത് നമ്മൾ എടുത്തിട്ട് പോകണം.
പിന്നെ എന്താ പറയുന്നത്, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കീസ് അവിടുന്ന് കളക്ട് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ കീ സ്കാൻ ചെയ്താണ് കളക്ട് ചെയ്യുന്നത്. നമുക്ക് ഏത് ടൂറാണ് അല്ലെങ്കിൽ ഏത് വാതിലുകളാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയിട്ട് അതനുസരിച്ച് കീ എടുക്കണം. നമ്മൾ തന്നെ അവിടെ ജസ്റ്റ് നമ്മൾ ക്ലിംഗ്ലൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ബെല്ലടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് കീ വെച്ച് തുറന്ന് കയറുവാണ്. കാരണം അവർക്കൊന്നും അവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ല. അവർക്ക് വന്ന് എണ്ണീറ്റ് ഓരോ പ്രാവശ്യം വന്ന് എണ്ണീറ്റിട്ട് തുറന്നു തരാനായിട്ട് ചിലർക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ പിന്നെ ഈ കീ എല്ലാം കാണാതെ പോകാതെ എന്താ പറയുന്നത്, സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു ഉത്തരവാദിത്തമാണ് കേട്ടോ. കാരണം ഇത്രയും കീ നമ്മൾ തിരിച്ച് നമ്മുടെ ഡ്യൂട്ടി കഴിയുമ്പോഴത്തേക്കിനും സബ്മിറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ സ്കാൻ ചെയ്ത് നമ്മൾ കീ തിരിച്ച് അതെടുത്തടുത്ത് തന്നെ വെക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 6 മണിയാകുമ്പോൾ തുടങ്ങും. നമ്മളിവിടുന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിന് കാരിത്താസിന് തന്നെ വണ്ടി ഉണ്ടാവും. ഒരുപാട് കാറുകളുണ്ട് അവർക്ക്. അപ്പോൾ ആ കാരിത്താസിന് പേരൊക്കെ എഴുതിയ കാറാണ്. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. അതിൽ നമ്മുടെ കൂടെ ഒരാൾ സ്റ്റാഫ് ഉണ്ടാവും, നമ്മളുണ്ടാവും, 2 പേര് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഓരോരോ വീടുകളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് മോർണിംഗ് ഡ്യൂട്ടി ആകുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ പോലെ പേഷ്യൻസിന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പോലെ തന്നെ വാഷിനും ദുഷനും ഒക്കെ ഉണ്ടാവും. അതായത് അവരെ നമ്മൾ കുളിപ്പിച്ച് ബെഡ് റിഡനൊക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ദേഹം തുടച്ചു കൊടുക്കണം. അല്ലാത്തവർക്ക് കുളിപ്പിക്കാനുള്ളവരാണെങ്കിൽ നമ്മൾ കുളിപ്പിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും നാട്ടിലുള്ളവർക്ക് അത്ഭുതം തോന്നും കേട്ടോ. ഇതിവിടെ ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ളതാണ്. പേഷ്യൻസ് അഡ്മിറ്റായി വയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നേഴ്സുമാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നാട്ടിലും ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുക്കണേന്ന് തോന്നുന്നു. ഞാൻ പഠിച്ചെടുത്ത് അത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ ഐ സിയിലായിരുന്നപ്പോൾ വാഷിംഗ് ചെയ്തിട്ടുണ്ട്. ഐ സിയിലും HDUവിലൊക്കെ ആയിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ജനറൽ വാർഡുകളിലൊക്കെ പേഷ്യൻറ്റ് തന്നെയല്ലേ ചെയ്യുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യൻറ്റ് സെൽഫ് സ്റ്റാൻഡിഷ് ആണെങ്കിൽ, അതായത് പേഷ്യൻറ്റ് സെൽഫായിട്ടെല്ലാം ചെയ്യാനായിട്ട് പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ വയ്യാതെ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ചെന്നാലും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് ഇച്ചിരി പണിയാണ് നമുക്ക്. അത് എന്താണ് പറയുന്നത്, കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ഡ്യൂട്ടിയിൽ നമുക്ക് ഈ ഒരു പേഷ്യൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. കാരണം മിക്കവർക്കും വാഷിങ്ങും അതുപോലെ വാഷിനും ദുഷനും എന്ന് ഇവിടെ പറയുന്ന കുളിപ്പീരും തുടക്കലും എന്നുള്ളതാണ്. അത് ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അത് ചെയ്യണം. പിന്നെ അവർക്ക് അവരുടെ ആ ഒരു ഹൗട്ട് ഫ്ലീഗ് എന്ന് പറയും, സ്കിൻ കെയർ, അതായത് നന്നായിട്ട് മോയ്സ്ചറൈസ് ഒക്കെ ചെയ്ത് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് കെയർ കൊടുക്കുക. അതുപോലെ ഡെക്കുബിറ്റസ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഡെക്കുബിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് സോർ എന്ന് പറയും. ഞാൻ ചില ജർമ്മൻ വാക്കുകൾ എനിക്ക് കയറി വരുവാണ് കേട്ടോ. ബെഡ് സോറാണ് ഡെക്കുബിറ്റസ് എന്ന് പറയുന്നത്. ആ ഒരു നമ്മൾ ഒരേ പൊസിഷനിൽ കിടക്കുമ്പോൾ ആ ഒരു പ്രഷർ കാരണം സ്കിന്നൊക്കെ പൊട്ടി ഇതാകത്തില്ലേ, അതാണ് ഡെക്കുബിറ്റസ് എന്നാണ് അതിനിവിടെ ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടോ നോക്കണം, അതിന് കെയർ കൊടുക്കണം. എന്തെങ്കിലും വൂണ്ട് ഉണ്ടെങ്കിൽ വൂണ്ട് മാനേജ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ നമ്മുടെ കൊളോസ്ട്രോമ ഫ്ലീഗ എന്ന് പറയും, അതായത് കൊളോസ്ട്രോമ ഇട്ടിരിക്കുന്ന, അതായത് എന്താ ഇപ്പം അതിന് ഇംഗ്ലീഷിൽ എന്തായിരുന്നു പറയുന്നത്, ഇവിടെ നമ്മൾ വയറ്റിൽ നിന്ന് പോകാത്തതിന് നമ്മൾ ബാഗ് ഇടുമല്ലോ, ഇവിടെ കൊളോസ്ട്രോമ ബാഗ് ഇടത്തില്ലേ ഈ വയറിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ആ സംഭവം ഒക്കെ ഉള്ളതിന് നമ്മൾ ആ ഒരു കൊളോസ്ട്രോമ ബാഗ് വെക്സലൻ ചെയ്യണം. എന്താണ് പറയുന്നത് മോർണിംഗ് ഡ്യൂട്ടിയിൽ പിന്നെ എന്താണ്, ഇതൊക്കെ തന്നെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് മോർണിംഗ് ഡ്യൂട്ടിയിൽ ചെയ്യുന്നത്. മോർണിംഗ് ഡ്യൂട്ടിയിൽ ഹോസ്പിറ്റലിലെ പോലെ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല പണിയുണ്ട്. പിന്നെ ഈ പേഷ്യൻസ് ഒക്കെ ചെല്ലുമ്പോഴത്തേക്കിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റ് വരുന്ന പോലെ അല്ല, നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെന്ന് കെയർ കൊടുക്കുമ്പോൾ ചില ആൾക്കാർ നല്ല ആൾക്കാരാണ് കേട്ടോ, നല്ല സഹകരണവും നല്ല ഇതായിട്ട് നല്ല സ്നേഹത്തോടെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഇച്ചിരി എന്താ പറയണേ, ഇച്ചിരി ഇടമ്പ് പിടിച്ച സ്വഭാവമുള്ള ആൾക്കാരും ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ വയ്യെങ്കിൽ പോലും ഒരു മയമില്ലാത്ത രീതി പെരുമാറുന്ന ആൾക്കാരും ഉണ്ട്. മനസ്സിലായോ? പിന്നെ അത് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ പ്രായത്തിൻ്റെ ഈ നമ്മളീ പോകുന്ന മിക്കതെന്നല്ല ഒരു 90% പേഷ്യൻസും പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു പ്രായത്തിൻ്റെതായ ആ ഒരു ചെറിയ കുറുമ്പത്തരവും മൂശാട്ടത്തരവും ഒക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ അസുഖത്തിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് ചില പേഷ്യൻസ് ചിലപ്പോൾ ഇറിറ്റബിൾ ആയിരിക്കും. സ്ഥിരമായിട്ട് ചെയ്യുന്നവർ തന്നെ ചെയ്യണം, നമ്മൾ ചെയ്യണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ഈ കൂടെ വരുന്നവർ, ഞാനിപ്പോൾ പോയപ്പോൾ സമയത്ത് എന്നെക്കൊണ്ട് അധികം ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം എനിക്ക് ആകെ ഒരു മാസത്തെ ഇതേ ഉള്ളൂ. എല്ലാവരുടെയും കൂടെ ഒരു ഓൾമോസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടുക എന്നുള്ള ഒരിത് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ വേറെ ചെയ്യുന്ന എൻ്റെ കൂടെ തന്നെ അൺപാസും ചെയ്യുന്ന വേറെ പിള്ളേരുണ്ട്. അവർക്കൊക്കെ അവേഴ്സ് കൂടുതലുണ്ട്. അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഇല്ലേ, നമ്മുടെ നേഴ്സിംഗ് പഠിച്ച ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വ്യത്യാസം വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു മാസം ഉള്ളത് കൊണ്ട് എല്ലാ ഏരിയയിലും ഒരു ചെറിയൊരു ഊബർ ബ്ലിക്ക് എന്ന് ഇവിടെ പറയും, ഒരു എന്താ പറയുന്നത്, അതിനിപ്പോൾ എന്താ പറയുക, ഒരു ഓവർവ്യൂ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പം എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ആഴ്ചയിലും ഞാൻ ഓരോ സ്ഥലത്തേക്കാണ് പോകുന്നത്.
ഒരേ സ്ഥലത്തല്ല പോകുന്നത്. പക്ഷേ എൻ്റെ കൂടെയുള്ള പല പിള്ളേരും ഒരു 2 ആഴ്ചയൊക്കെ ഒരേ ടൂർ അല്ലെങ്കിൽ ഒരേ വാതിലുകൾ കൂടിയാണ് പോയിരിക്കുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ ഓരോ ആഴ്ച ഓരോരുത്തരുടെ കൂടെയാണ്. അതിൻ്റെ കൂടെ ഓരോ വീക്കെൻഡിലും വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഷ്യൻറ്റിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് അറിയത്തില്ല. അതിന് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല. മനസ്സിലായോ? ഓരോ ദിവസവും ഞാൻ ഓരോരോ ആൾക്കാരെയാണ് കാണുന്നത്. അതൊരു കണക്കിന് നല്ലതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മളൊരു സ്റ്റാഫിൻ്റെ കൂടെ പോകുന്നതിനെക്കാട്ടും നല്ലത് പല പല ആൾക്കാരുടെ കൂടെ പോകുന്നതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ ഒരു 2, 3 പേരുടെ കൂടെ ഞാൻ പോയിട്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലാസ്റ്റ് വീക്കിൽ ഞാൻ പോയ ആളുടെ കൂടെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഈ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഈ വീക്ക്, ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ ഞാൻ പോയ ആളുടെ കൂടെ എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒട്ടും ഫ്രണ്ട്ലി അല്ലായിരുന്നു. ഒട്ടും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ വാഷിങ്ങും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു മടിയില്ല. കാരണം നമ്മളിത് ഹോസ്പിറ്റലിലും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പേഷ്യൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വാഷ് ലാപ്പ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നമ്മൾ ദേഹം തേക്കാനായിട്ട് വലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്. ഇവരതല്ല, ഇവരൊരു തുണി പോലെ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത്. വാഷ് ലാപ്പൻ എന്നാണെന്ന് തോന്നുന്നു. ഒരു പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. വാഷ് ലാപ്പൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എനിവേ ആ സംഭവം ഉപയോഗിക്കുക. അപ്പോൾ ഇത് അവർക്ക് അപ്പർ പാർട്ട് ക്ലീൻ ചെയ്യാൻ ഒരെണ്ണം, ലോവർ പാർട്ട് ക്ലീൻ ചെയ്യാൻ ഒരെണ്ണം, അല്ലെങ്കിൽ ദേഹം നമ്മൾ ട്രോക്കൻ ചെയ്യത്തില്ലേ, അതായത് തുടയ്ക്കുക, അതിന് മുകളിൽ ഒരെണ്ണം, താഴെ ഒരെണ്ണം, അങ്ങനെ പല വ്യത്യാസത്തിലാണ് ഇവർക്ക് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരിയാണെങ്കിൽ കൂടെ വന്നിട്ട് എന്നാൽ ഇത് എവിടെയായിരിക്കണേ, അല്ലെങ്കിൽ ഇത് ഏതാണ് അവർ ഇപ്പം മുഖം തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൈ തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത്, എനിക്കിതൊന്നും അറിയത്തില്ല. എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടാണെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ടവൽ എടുക്കും. അപ്പോഴേക്കും പേഷ്യൻ്റ് ഇറിറ്റബിൾ ആയി തുടങ്ങി. ഇതല്ല ഞാൻ എടുക്കുന്നത്, ഇത് ഞാൻ ഫേസ് തുടയ്ക്കാൻ എടുക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആകെ ഭ്രാന്തായി. അതിൻ്റെ കൂടെ ഒട്ടും ഫ്രണ്ട്ലി അല്ല, പേഷ്യൻസിനെ കുറിച്ച് നമുക്കൊന്നും പറഞ്ഞു തരത്തില്ല. അങ്ങനെ ഒരുമാതിരി. എന്നിട്ട് എപ്പോഴും നമ്മൾ തന്നെ കാര്യങ്ങളെല്ലാം നമ്മളെ കൂടെ ചെയ്യിപ്പിക്കുകയും ചെയ്യും. സമയം പോയി നീ എന്തു പതുക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചെയ്താലും വഴക്ക് കേൾക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര 2-3 ദിവസം, ഞാൻ 4 ദിവസം പോയി. 5ാമത്തെ ദിവസം ഞാൻ ഓർത്ത് ഈ ഒരു അവസ്ഥ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ആദ്യം നിന്ന വാർഡിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇന്ന് മാറും, നാളെ മാറും, നാളെയും കൂടെ അല്ലേ ഇന്നും കൂടെ അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ക്ഷമിച്ച് ഞാൻ എന്താ പറയുന്നത്, സഹിക്കാവുന്നതിന് അങ്ങേയറ്റം വരെ ഞാൻ ക്ഷമിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. എന്നെ ഇത്ര സ്ട്രെസ്സാക്കുന്ന ആൾക്കാർ ലാലാല പാടി സന്തോഷിച്ച് നടക്കുമ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഇത് ഓർത്ത് സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ച് എൻ്റെ ആരോഗ്യം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു പ്രോബ്ലം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡിൽ റിയാക്ട് ചെയ്യാൻ ഞാൻ പഠിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാതെ ഞാൻ വീണ്ടും ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നാൽ അതെൻ്റെ ആരോഗ്യത്തിനെ നശിപ്പിക്കുമെന്നല്ലാതെ ഇപ്പം തന്നെ എനിക്ക് ഓവറായിട്ട് സ്ട്രെസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മുടെ എക്സാം കാര്യങ്ങൾ, പഠിത്തം, അതിൻ്റെ ഇടെ വീടിൻ്റെ കാര്യങ്ങൾ ഓരോന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ടെൻഷനുകൾ എനിക്കുണ്ട്. അതിൻ്റെ പുറത്ത് ഈ ഒരു ടെൻഷനും കൂടെ ഞാൻ ആവശ്യമില്ലാതെ താങ്ങേണ്ട ഒരു കാര്യം എനിക്കുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്കൊരു എന്താ പറയുന്നത്, എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സോണിൽ ഞാൻ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ പഠിച്ചു. ഞാൻ നേരെ 5ാമത്തെ ദിവസത്തെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ, 4ാമത്തെ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞത് നേരെ ഞാൻ പോയത് അവിടുത്തെ എന്താണ് പറയുന്നത്, നമ്മുടെ ഷെഫിനില്ലേ, ഷെഫിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ മൊത്തത്തിലുള്ള ഇൻചാർജ് ഒക്കെ ഇല്ലേ, അങ്ങനെ പറയും. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ റൂമിലേക്കാണ് ഞാൻ പോയത്. ഞാൻ ഓർത്തു, ഞാൻ ചെന്നിട്ട് ആരെക്കുറിച്ച് ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നില്ല. മേ ബി എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കാം, പുള്ളിക്കാരിക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവണില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ വന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരാൾക്ക് മാത്രമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവർക്ക് എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കാം. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഞങ്ങൾക്ക് ഈ ഒരു ഡീൻസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനും അവിടുത്തെ മെയിൻ ആളാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താ പ്രീതി ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സഹായം വേണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഡ്യൂട്ടി സംബന്ധമായിട്ടൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. ശരി, നീ മുകളിലോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് ചെന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്ന ആളുടെ കൂടെ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ആൾ ഒട്ടും ഫ്രണ്ട്ലി അല്ല. ഞാനിത് പറയുന്നത് ഇതൊരിക്കലും എൻ്റെ ഒരു കംപ്ലയിൻസ് അല്ല, ഇതെൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. എനിക്ക് ആ ഒരു ഡിസ്കംഫർട്ടായിട്ടുള്ള ഒരു സോണിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് വർക്ക് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. എൻ്റെ കൂടെ വന്ന എല്ലാവരോടും നീ ചോദിച്ചു നോക്ക്, എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. എല്ലാവരും കൂടെ ഒപ്പത്തിനൊപ്പം നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു മടി അതിന് കാണിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അവർ പറഞ്ഞു, ആ പുള്ളിക്കാരി എന്നോടും ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞു. ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച ഈ വരുന്ന തിങ്കളാഴ്ച കൂടിയ വേറെ ആളുടെ കൂടിയാണ്. പക്ഷേ എന്നോട് പറഞ്ഞു മാറ്റി തരാം. ഒരു ദിവസത്തേക്ക് പോലും എനിക്ക് ആ ഒരു സ്ട്രെസ് താങ്ങേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ ഇങ്ങനെ ഒരുപാട് സഹിച്ചിട്ടുണ്ട്.
ഒരുപാട് സഹിച്ചാണ് ഞാനിപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ എന്നെ ഒരു 7 മാസം മുന്നേ കണ്ട എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ വർത്തമാനത്തിൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സംസാരത്തിലെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റൊന്നും കണ്ടല്ല, നമ്മളിങ്ങനെ ഈ എന്താ കൊണ്ട് നമുക്ക് തഴമ്പായി എന്ന് പറഞ്ഞ പോലെ ആയി. അവസാനം നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു സ്വഭാവം നമ്മൾ തന്നെ മാറിപ്പോകും നമ്മൾ. കാരണം ഇനിയും എനിക്കൂടെ സഹിക്കാൻ പറ്റില്ല. ഇപ്പം അത്യാവശ്യം എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനു സഹിക്കണം? എനിക്ക് എൻ്റെ സൈഡിൽ ശരിയുണ്ടെങ്കിൽ അത് സമർത്ഥിക്കാൻ അല്ലെങ്കിൽ അത് പറയാനുള്ള എബിലിറ്റി എനിക്ക് ആയിക്കഴിഞ്ഞു. ഇനി എന്നെക്കൊണ്ട് സഹിക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ഒരു സോണിൽ റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് ഞാൻ മാറ്റി അങ്ങനെ ഞാൻ ലാസ്റ്റ് ഫ്രൈഡേ വേറൊരു സിസ്റ്ററിൻ്റെ കൂടെ പോയത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളിക്കാരി ഭയങ്കര എന്നെ നല്ല കംഫർട്ടായിട്ടാണ് കൊണ്ടുപോയത്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ അവരുടെ കൂടെ. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഇനി വേറെ ഒരാളുടെ കൂടിയാണ്. ഇനി എനിക്ക് 2 ആഴ്ചയും കൂടി ഉള്ളൂ ഒരു മാസത്തെ ആ ഒരു ആംബുലൻറ്റ് ഫ്ലീ ഗൈഡ് ഇൻസിഡൻറ്റ് ചെയ്ത് തീരാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പോയി ചെയ്യുന്നത്. മെയിനായിട്ടും പേഷ്യൻസിന് മെഡിസിൻ കൊടുക്കുക, വാഷം ചെയ്യുക, ദുഷം ചെയ്യുക, തുടയ്ക്കൽ, കുളിപ്പിക്കൽ, പിന്നെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക, ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക, BP ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ പിന്നെ അതായത് ഫുഡ് അവർക്ക് തീരെ ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫുഡ് ഫോർ ദ റൈറ്റൻ ചെയ്ത് നമ്മൾ കൊടുക്കുക. ഒന്നുമില്ല, ബ്രെഡാണ് കേട്ടോ, അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് കുക്ക് ചെയ്തൊന്നും കൊടുക്കണ്ട. ഓക്കെ. പിന്നെ ആണെങ്കിൽ അതുപോലെ വൂണ്ട് മാനേജ്മെൻറ്റ്, എന്തെങ്കിലും വൂണ്ട് കെയർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, കൊളസ്ട്രോമ എക്സലൻ ചെയ്യുക. പിന്നെ എന്താണ്, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ആ ഒരു മെഡിക്കേഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്യുക. പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫെൽ ഓഫ് ഡോക്യുമെൻ്റ് ആക്സോൺ എന്ന് പറയും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ പേഷ്യൻറ്റിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, ഓരോ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും വേദനകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പം നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയത്തും അവരൊരു ഫോൺ തന്നിട്ടുണ്ട് നമുക്ക്, മൊബൈൽ, അവിടെ നമുക്കല്ല സ്റ്റാഫിന്. അതിനകത്ത് കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓരോ പേഷ്യൻറ്റിനെയും കണ്ടിട്ട് നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ആംബുലൻറ്റ് ഫ്ലീ ഗൈഡ് ഇൻസിഡൻറ്റ് പോയപ്പോൾ ചെയ്തത്. അപ്പോൾ എന്താ പറയുന്നത്, ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. പിന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.